കോൺഗ്രസ് 60 കൊല്ലം ഭരിച്ചിട്ടും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെയാണ് BJP ചെയ്യുന്നത്. പ്രധാനമായും 2026 നക്സൽ വിമുക്ത രാജ്യമാകും നമ്മുടെ രാജ്യമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് പിന്നാലെയാണ് CPI മാവോയിസ്റ്റ് എന്ന് പറയുന്ന സംഘടന അവരുടെ ആയുധം താഴെ വെച്ച് കീഴടങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും കാൽക്കൽ വന്ന് ശരണം പ്രാപിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ BJP ഇപ്പോഴാണ് ഭരിക്കാൻ അവിടെ കയറിയത്. നമുക്കറിയാം ഛത്തീസ്ഗഡ് കന്യാസ്ത്രീകളുടെ വിഷയമൊക്കെ വന്ന ഛത്തീസ്ഗഡ് അവിടെ നേരത്തെയും പള്ളിയിലച്ചന്മാരെ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ പിടിച്ചകത്തിട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഒരു വിഷയം കേരളത്തിലായില്ല. പക്ഷേ BJP ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ആ സംസ്ഥാനത്തെക്കുറിച്ചും അവിടുത്തെ ജനങ്ങൾക്ക് വിവരമില്ല എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പരക്കെ പറഞ്ഞു തുടങ്ങിയത് എല്ലാവരും. എന്തായാലും ഇപ്പോൾ BJP അവിടെ ഭരിച്ചു തുടങ്ങിയ ശേഷം അവിടെ വന്നിരിക്കുന്ന ഒരു പദ്ധതി ഇപ്പോൾ വലിയ രീതിയിലുള്ള ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ആ പദ്ധതിയുടെ പേര് സിജി നിയാദ് നെല്ലനാർ പദ്ധതി എന്നുള്ളതാണ്. എന്താണ് ഈ സിജി നിയാർ നെല്ലനാർ പദ്ധതി എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ് BJP സർക്കാരിൻ്റെ സിയാദ് നെല്ലനാർ പദ്ധതിയും പുതിയ കീഴടങ്ങൽ പുനരധിവാസ നയം 2025 നക്സലൈറ്റുകൾക്കിടയിൽ ആത്മവിശ്വാസവും പ്രതീക്ഷയും വർദ്ധിപ്പിക്കുകയാണ്. ഇത് നക്സലൈറ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. മാവോയിസ്റ്റുകൾ ഇപ്പോൾ ആക്രമണം ഉപയോഗിച്ച് മുഖ്യധാരയിലേക്ക് മടങ്ങി വരുന്നു. സെപ്റ്റംബർ 17 മാത് ബച്ചാവോ അഭിയാന്റെ ഭാഗമായി നാരായൺപൂർ ജില്ലയിൽ 5 സ്ത്രീകൾ ഉൾപ്പെടെ ആകെ 12 നക്സലൈറ്റുകളാണ് പോലീസിൽ കീഴടങ്ങിയത്. ഈ കീഴടങ്ങിയ നക്സലൈറ്റുകൾക്ക് 50,000 മുതൽ 5 ലക്ഷം രൂപ വരെയാണ് സർക്കാർ പാരിതോഷികമായി പ്രഖ്യാപിച്ചിരുന്നത്. ഇത് മൊത്തം പാരിതോഷികം തുകയുടെ 18 ലക്ഷം രൂപയായി. അടുത്തിടെ 1 കോടി രൂപ പാരിതോഷികമുള്ള വനിതാ നക്സലൈറ്റ് സുജാത തെലങ്കാനയിൽ പോലീസിൽ കീഴടങ്ങി. പ്രാദേശിക ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും സുരക്ഷാ സേനയുടെയും അക്ഷീണ പരിശ്രമവും കഠിനാധ്വാനവും സർക്കാരിൻ്റെ സിയാദ് നെല്ലാർ പദ്ധതിയും വളരെ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പദ്ധതിയാണ് ഈ സുപ്രധാന വിജയത്തിന് കാരണം. ഈ പദ്ധതി നക്സലൈറ്റുകളെ ആയുധങ്ങൾ ഉപേക്ഷിച്ച് തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സർക്കാർ പദ്ധതിക്ക് നല്ല പ്രതികരണമാണ് നക്സലൈറ്റുകൾക്കിടയിൽ ലഭിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. കീഴടങ്ങിയ നക്സലൈറ്റുകൾക്ക് മെച്ചപ്പെട്ട ജീവിതത്തിനായി പ്രോത്സാഹനങ്ങളും നക്സൽ നിർമ്മാർജ്ജന നയത്തിന് കീഴിൽ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകുന്നു. ഇതുവരെ 1704 മാവോയിസ്റ്റുകളാണ് അവിടെ കീഴടങ്ങിയിരിക്കുന്നത്. ഈ നക്സലുകളെ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്ന സിയാദ് നെല്ലാർ പദ്ധതി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയുടെ നേതൃത്വത്തിലാണ്. ഇത് നക്സൽ ബാധിത ഗ്രാമങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളും പൊതുജനക്ഷേമങ്ങളും നൽകുന്ന രീതിയിലേക്ക് മാറിയത്. ഈ പദ്ധതി പ്രകാരം ബസ്തർ മേഖലയിലെ സുരക്ഷാ ക്യാമ്പുകളും 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഗ്രാമങ്ങൾക്ക് സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നു. ബസ്തറിലെ ഉൾപ്രദേശങ്ങളായിട്ടുള്ള നക്സൽ ബാധിത പ്രദേശങ്ങളിൽ സർക്കാർ 14 പുതിയ സുരക്ഷാ ക്യാമ്പുകൾ സ്ഥാപിച്ചു. ഓരോ ക്യാമ്പും മൊത്തം 5 ഗ്രാമങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ നക്സൽ ബാധിത പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാരിൻ്റെ 32ഓളം ക്ഷേമ പദ്ധതികളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി തുടങ്ങിയിരിക്കുന്നത്. മാവോയിസ്റ്റ് ഭീകരത ബാധിച്ച പ്രദേശങ്ങളിൽ ആരംഭിച്ച 14 പുതിയ ക്യാമ്പുകളുടെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഗ്രാമങ്ങളിൽ 25ലധികം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും. ദന്തേവാഡ, സുക്മ, ബീജാപൂർ, നാരായൺപൂർ ജില്ലകൾക്ക് വികാസ് ക്യാമ്പുകൾക്ക് സമീപം അതായത് പോലീസ് ക്യാമ്പുകൾ അവിടെ ആരംഭിച്ചു. വിവിധ പ്രദേശങ്ങളിൽ പുതിയ പോലീസ് ക്യാമ്പുകൾ തുറക്കുന്നതിനുള്ള പ്രചാരണം നടന്നു വരുന്നു. ഈ ക്യാമ്പുകൾക്ക് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം അടിസ്ഥാന സൗകര്യങ്ങൾക്കായി 20 കോടി രൂപയുടെ അധിക ബഡ്ജറ്റും സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.